ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അച്ചൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു തൈയാണിത്. പക്ഷേ ഇതിൽ നേരെ ഇഷ്ടംപോലെ കായ പിടിക്കുന്നുണ്ട്. പൂത്ത് കഴിയുമ്പോൾ ഇതാണ്ട് ഈ സൈസ് ആയി കഴിയുമ്പോൾ എല്ലാം കൊഴിഞ്ഞു പോവുകയാണ്. അതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിറയെ മൊട്ട് വരുന്നുണ്ട്, കണ്ടോ? നിറയെ മൊട്ട് വരുന്നുണ്ട്. ഇവിടെ ഇട്ട് നോക്കി, ഇവിടെ എല്ലാം നിറയെ മൊട്ട് വരുന്നുണ്ട്, കണ്ടോ? 10-30 മൊട്ടിൽ കൂടുതൽ ഇപ്പോൾ ഇതിലുണ്ട്. പക്ഷേ ഒരുപാട് കായ പിടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോവുകയാണ്. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ? ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈയായിരുന്നു. വാങ്ങിയപ്പോൾ മുതലേ ഇതിൽ കായ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ കൊഴിഞ്ഞു പോയി, കണ്ടോ? നിറയെ കായ പിടിച്ചിട്ടുണ്ട്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പൂത്ത് 2-3 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കൊഴിഞ്ഞു പോവുകയാണ്. എന്താണെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് വളങ്ങൾ പ്രയോഗിച്ചു, പക്ഷെ ഒന്നും ഫലം കണ്ടില്ല, കണ്ടോ? കണ്ടോ? 30 കായൽ കൂടുതലുണ്ട്. ഈ സ്റ്റേജിലെത്തുമ്പോഴാണ് കൊഴിഞ്ഞു പോകുന്നത്. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ കൊഴിഞ്ഞു പോയിരിക്കുന്നത്? ഇതുപോലെ വന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പുതിയതായി തുടങ്ങിയതാണ് കൃഷി. ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായി നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതെല്ലാം. തായ്വാൻ പിങ്ക് എന്ന ഇനത്തിൽപ്പെട്ട തൈയാണ്. അതും ഞാൻ നേരത്തെ കാണിച്ച തൈയും ഒരേ സെയിമാണ്. ഇതിലും കായ ഉണ്ടായിരുന്നു, അതും കൊഴിഞ്ഞു പോയി. ഇത്രയും വലിപ്പം വന്ന തൈയായിരുന്നു. മണ്ണിൻ്റെ പ്രശ്നമാണോ, മണ്ണിൻ്റെ PhDയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കണ്ടോ? ഈ ചെടി മുഴുവനും കായാണ്. ഒരുപാട് കായുണ്ട്. ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്താൽ ഇത് പൊഴിഞ്ഞു പോകാതിരിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും